അങ്ങനെ 2 മാസത്തെ അടിച്ചുപൊളിക്ക് ശേഷം നമ്മൾ ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ റാസൽ ഖൈമയിൽ നിന്നാണ് പോകുന്നത്. മാമ ഞങ്ങളോട് ഗുഡ് ബൈ പറയുന്നു. ദുബായ് ഐ മിസ് യു. അങ്ങനെ നമ്മൾ നമ്മുടെ ചെക്കിംഗ് കൗണ്ടറിലേക്ക് പോകാം. ഞങ്ങളുടെ റൂമിനടുത്ത് റാസൽ ഖൈമ എയർപോർട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ടിക്കറ്റ് എടുത്തത്. മാത്രമല്ല വളരെ ഈസിയാണ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ. ദുബായ് ആയിട്ടാണ് നമ്മൾ നടന്നു പിടിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചെക്കിംഗ് കൗണ്ടർ കാണാം. അതും കാലിക്കറ്റൊക്കെയുള്ളതാണ്. ബട്ട് നമ്മളുടെ ഫ്ലൈറ്റ് എയർ അറേബ്യയാണ്. എയർ അറേബ്യയുടെ G990 എന്ന് പറയുന്നൊരു ഫ്ലൈറ്റാണ്. നമ്മളിവിടെ സ്പീഡ് വിങ്സ് എന്ന് പറയുന്നൊരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ടീമിനെയാണ് ഞങ്ങളുടെ ലഗേജ് ഏൽപ്പിച്ചത്. ഞങ്ങൾക്ക് 5 കാർട്ടൂണും 2 ട്രോളിയും പിന്നെ ഹാങ്കേജൊക്കെ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവരെ ഏൽപ്പിച്ചു. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ലിക്കറിൻ്റെ ഷോപ്പിൻ്റെ അടുത്തൊരു പ്രതിമ കാണാനുണ്ട്. നമ്മൾ അറൈവിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുപോലത്തെ ഒരു സാധനം കാണാം. അപ്പോൾ ഇവിടെ ഒരു സ്മാർട്ട് വിങ്സ് എന്ന് പറയുന്ന ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയ എയർപോർട്ടാണ്, വളരെ ചെറിയ എയർപോർട്ടാണ് റാസൽ ഖൈമ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും ഇപ്പോൾ അവിടെ ഇരിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പുറത്ത് നോക്കാം, ഫ്ലൈറ്റൊക്കെ കാണാൻ പറ്റുമോ നോക്കാം. അവിടെ ഒരു ചില്ലുണ്ട്. അപ്പോൾ ഞാൻ ചില്ലിനടുത്തുള്ള മസാജിങ് കയറിയിരിക്കുന്നു. കുറേ ആളുകൾ അത് സ്മാർട്ട് വിങ്സിലേക്ക് ബോർഡ് ചെയ്യാൻ നടക്കുന്നു. കുറേ ആൾക്കാർ ബോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട്, അത് കാലിക്കറ്റേക്ക് പോകുന്ന ഫ്ലൈറ്റാണ്. അതൊരു കോക്കനട്ട് ട്രീ ലിവറി വരുന്ന ഫ്ലൈറ്റാണ്. നമുക്ക് കാലിക്കറ്റ് എത്തിയിട്ട് നോക്കാം അവിടെ കാണുമോന്ന്. പിന്നെ ഇപ്പോൾ മിഡിലിൽ സ്മാർട്ട് വിങ്സ്, ലെഫ്റ്റ് സൈഡിൽ എയർ അറേബ്യയുടെ ഫ്ലൈറ്റാണുള്ളത്. എയർ അറേബ്യ ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് സർവീസ് ചെയ്യാത്ത ഫ്ലൈറ്റാണെന്ന്. ഇതിൻ്റെ നമ്മുടെ പൈലറ്റിൻ്റെ വിൻഡോ ഇല്ല, അതൊക്കെ മൂടിയിട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാണാൻ കഴിയുമോ. സ്മാർട്ട് വിങ്സ് കഴിഞ്ഞാൽ പിന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് എടുക്കുന്നത്. അങ്ങനെ സ്മാർട്ട് വിങ്സിലെ ബോർഡിങ് കഴിഞ്ഞ് പുഷ് ബാക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് കാണാനാകുമ്പോൾ ഒന്ന് നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സ്മാർട്ട് വിങ്സിന് ടേക്ക് ഓഫ് കാണാൻ കഴിയുന്നില്ല. അത് ഒന്ന് ദൂരെ പോയി പിന്നെ മുകളിലത്തെ ഫ്ലോറിൽ പോയാൽ ചിലപ്പോൾ കാണാൻ കഴിയും അടുത്ത ഫ്ലോർ ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഇത് കാലിക്കറ്റുള്ള ഇതിന് ടേക്ക് ഓഫ് കാണാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. കാണാൻ പറ്റിയ ഭാഗ്യം. അങ്ങനെ രാത്രിയായപ്പോൾ ഞാൻ മുകളിലേക്ക് വന്നു, സെക്കൻഡ് ഫ്ലോറിലേക്ക്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് കാണാം. സൗണ്ട് ഉണ്ടല്ലോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ടേക്ക് ഓഫും നമുക്ക് കാണാൻ കഴിയില്ലെന്നാണ് ഇവർ പറയുന്നത്. ദൂരെ എന്നാണ് കാണുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടാക്സി കാണാം, എന്നിട്ട് താഴേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വന്നു, നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ടായി. ഇവിടെ നമുക്ക് ബസ്സൊന്നും അവൈലബിൾ അല്ല, നമ്മൾ നടന്നു പോകണം. നമുക്ക് ദുബായിയോട് ഒരു പ്രാവശ്യം കൂടി തിരിഞ്ഞു നോക്കി പറയാം. ബൈ ദുബായ്, ഐ മിസ് യു സോ മച്ച്. പിന്നെ നടക്കാം. ഇപ്പുറത്തെ എയർ അറേബ്യ, മുന്നിലെ എയർ അറേബ്യ, ഇപ്പുറത്തെ എക്സ്പ്രസ് കോഴിക്കോടേക്ക് പോകും. അങ്ങനെ നമ്മൾ ബോർഡിങ്ങിൽ നമ്മുടെ എയർ അറേബ്യയിൽ ലക്ഷ്യം വെച്ചാൽ നമ്മൾ നടക്കുകയാണ്. ഇവിടെ നമുക്ക് പൈലറ്റിനെ ചെറുതായിട്ട് കാണാം, ഈ സോഞ്ചിനൊക്കെ ചിലപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ കുറേ ആളുകളുണ്ട്, എല്ലാവരും നാട്ടിൽ പോകുന്നതിന് സന്തോഷത്തിലാണ്. ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു ഈ സങ്കടത്തോടെ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതെ പൈലറ്റ് അതിനുള്ളിലുണ്ട്. മൈ ഡ്രീം ജോബ്. ഇങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി. ഇത് ശരിക്കും ഇങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള സൈസ് മനസ്സിലാക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ പഴയ കണ്ടമാന ഫ്ലൈറ്റുകൾ കാണാം. അപ്പുറത്തെ ഒരു പഴയ ഏതൊരു ഫ്ലൈറ്റ് കിടക്കുന്നത്. ഇവിടെ നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ചു. നമ്മൾ നേരെ കയറുകയാണ്. ഇവിടെ താഴെ തന്നെ നമ്മുടെ ഒരു ട്രോളി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, ഹാൻഡ് ബാഗ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലഗേജ് ഇടാൻ മതി, നമ്മൾ കൊടുത്തു. അങ്ങനെ നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗ് കയറാം. യെസ്, നമ്മൾ കയറുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രാവശ്യം കൂടി ദുബായിയിൽ ശ്വാസം ശ്വസിക്കാം. അമ്മയുടെ അടുത്ത് ബോർഡിംഗ് പാസ് കൊടുക്കാൻ പറഞ്ഞു. ഞാനിതാണെങ്കിൽ ഫുൾ എന്തെല്ലോ കളിക്കുകയാണ്. നമ്മൾ ബോർഡിംഗ് പാസ് കാണിച്ചു, നമ്മുടെ ഫ്ലൈറ്റിൽ. സോ എക്സൈറ്റഡ് ടു ട്രാവൽ ടു കാലിക്കറ്റ്.
അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ സീറ്റിൽ നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഏതോ സീറ്റിൽ സോ എൻ്റെ സീറ്റ് ഇവിടെയാണ് വരുന്നത് 10F. അങ്ങനെ അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് എന്തോ പുകയൊക്കെ വരുന്നു. അത് ഇങ്ങോട്ട് വരുമ്പോൾ ഫ്ലൈറ്റിൽ അത് കാണുന്നതാണ്. അങ്ങനെ നമ്മുടെ ഹാൻഡ് ഡ്രൈവ് എടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കണം. അപ്പോൾ അതിന് സ്പേസ് ഉണ്ടോ എന്ന് വെച്ച് നോക്കുകയാണ്. ഓക്കെ, അതിനുള്ളിൽ കയറ്റിയിരിക്കുന്നു. ഇനി ഗൗതമിയുടെയും കുഞ്ഞുങ്ങളുടെയും കുറച്ച് കരച്ചിൽ കേൾക്കാം. എനിക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ കരച്ചിൽ എന്തായാലും കേൾക്കാം. അപ്പോൾ ഉണ്ട്. അങ്ങനെ ശരിക്കും വളരെ സങ്കടമുണ്ട് ഇവിടെ വിട്ടു പോകുന്നതിന്. ഇപ്പോൾ നമ്മൾ വിങ്ങിനടുത്തുള്ള സീറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ടു എയർ അറേബ്യ. അങ്ങനെ നമ്മളുടെ ടേക്ക് ഓഫിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതെന്തോ പുക പോകുന്നത് AC-യുടെ എന്തോ സംഭവം എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്, ഞാൻ ഉൾപ്പെടെ. ഓക്കെ, നമ്മുടെ AC-യുടെ നോബിത തിരിച്ച് നമുക്ക് AC നമ്മൾ എടുത്തേക്കാം. ഇതൊരു റീഡിംഗ് ലാമ്പാണ്. എപ്പോഴത്തെ സ്വിച്ച് നമ്മൾ അത്യാവശ്യത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. സ്പീക്കറുണ്ട്. അവിടെ നമുക്കിപ്പോൾ സീറ്റ് ബെൽറ്റ് സൈൻ ഓഫാണ്. ഇനി നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ടേക്ക് ഓഫ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പാട്ട് തുടങ്ങി. ഓരോ പാട്ടിട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. ടോയ്ലറ്റിൽ വന്നപ്പോൾ അതിന് ഫ്രഷിൻ്റെ സൗണ്ട് കാണിച്ചു. ശരിക്കും വല്ലാതെ പേടിച്ചു പോകും ഈ ഫ്രഷിൻ്റെ സൗണ്ട് കേട്ടാൽ. അനിയനും അനിയത്തിയൊക്കെ ഫുള്ള് കളി തന്നെയാണ്. അങ്ങനെ നമ്മൾ ലാൻഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയുണ്ട് 2.5 മണിക്കൂർ 3 മണിക്കൂറായിട്ട്. ഇപ്പോൾ രാത്രിയാണ്, ഒന്നും താഴെ കാണാനില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ്. ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഏരിയ. ഇതിനൊക്കെ എന്തൊക്കെ സ്ഥലങ്ങൾ സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കയറി 2 ഡോർസ് വരുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡ് ഡോറിലാണ്. അങ്ങനെ കോഴിക്കോടൊക്കെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കി കേട്ടു. അപ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ടു. അപ്പോൾ താഴെ ചെയ്ത ലൈറ്റ് കാണാം. എനിക്ക് തോന്നുന്നു നമ്മൾ ലാൻഡ് ചെയ്യാനായെന്നാണ്. അങ്ങനെ കാലിക്കറ്റ് ഇറങ്ങി ഫ്ലൈറ്റ് സ്റ്റോപ്പായിരിക്കുന്നു. നമുക്ക് ബെൽറ്റൊക്കെ ഊരി ഒന്ന് നിൽക്കാം. നമ്മൾ റാസൽ കെമയിൽ കണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ഇവിടെയും ഉണ്ട്. അതുപോലെ ഒരു കോയിൻസിഡൻസ് ആയി തോന്നുന്നു. അങ്ങനെ നമ്മൾ ഡീബോർഡിങ് ചെയ്യുകയാണ് ഫ്ലൈറ്റിൽ നിന്ന്. അപ്പോൾ ഇതാ നമ്മൾ വന്ന എയർ അറേബ്യയുടെ തിരിച്ച് റാസൽ കെമയിലേക്ക് പോവുകയാണ്. G9891 എന്ന ഫ്ലൈറ്റ് ആയിട്ട്. അങ്ങനെ നമ്മൾ നേരെ ഇമിഗ്രേഷനിലേക്ക് നടക്കുകയാണ്. ഗോതൂർ അതുവഴി ഓടുന്നു. ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ ശരിക്കും മിസ്സാവുന്നു. അങ്ങോട്ട് പോകുമ്പോൾ വെയിറ്റ് ചെയ്ത സ്ഥലമാണത്. ലഗേജ് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഇവിടെയും നമ്മൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫിനെ ഏൽപ്പിച്ചു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നു. നമ്മൾ ടാക്സിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ക്രിസ്റ്റ വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയത്. രാവിലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇനിയിപ്പോൾ പൊളിക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കിനി മൂകാംബികയിൽ കന്യാണിയത്തിന് അരിയിലേക്കാൻ പോകണം, ഗുരുവായൂരേക്ക് പോകണം. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ബൈ.